നിങ്ങളുടെ നോട്ടുകളും ഡോക്യുമെന്റുകളുമൊക്കെ പലയിടത്തായി ചിതറിക്കിടക്കുകയാണോ? അങ്ങനെയെങ്കിൽ അതൊക്കെ ഒന്നിച്ചുകൂട്ടി നിങ്ങളോട് സംസാരിക്കുന്ന ഒരു പേഴ്സണൽ അസിസ്റ്റന്റായി മാറ്റാൻ പറ്റിയ ഒരു AI ടൂൾ വന്നാലോ? അതെ, ഗൂഗിളിന്റെ നോട്ട്ബുക്ക് LM എന്ന പുതിയൊരു ടൂളിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഒന്നാലോചിച്ചു നോക്കിയേ, നിങ്ങളുടെ നോട്ടുകൾക്ക് ജീവൻ വെച്ചാൽ എങ്ങനെയുണ്ടാകും? അവ നിങ്ങളോട് സംസാരിക്കുന്നു, നിങ്ങളുടെ ഐഡിയകളിൽ ഒരു പേഴ്സണൽ എക്സ്പേർട്ടിനെ പോലെ ഉപദേശം തരുന്നു. കൊള്ളാമല്ലേ? സത്യത്തിൽ ഇതാണ് ഗൂഗിൾ നോട്ട്ബുക്ക് LM എന്ന ആശയത്തിന്റെ പ്രധാന ഭാഗം. അപ്പോ എന്താണ് ഈ നോട്ട്ബുക്ക് LM എന്ന് ചോദിച്ചാൽ, ഇത് ഗൂഗിളിന്റെ ഒരു പുതിയ AI ടൂളാണ്. പക്ഷേ ഇവിടെ ഒരു വലിയ വ്യത്യാസമുണ്ട്. സാധാരണ AIകൾ ചെയ്യുന്നതുപോലെ ഇത് ഇന്റർനെറ്റിൽ പോയി പരതി നടക്കുകയല്ല ചെയ്യുന്നത്. പകരം നമ്മൾ കൊടുക്കുന്ന ഡോക്യുമെന്റ്സ്, ഫയൽസ് അതിനെ മാത്രം അടിസ്ഥാനമാക്കി നമ്മുടെ മാത്രം വിഷയങ്ങളിൽ ഒരു എക്സ്പേർട്ടായി ഇത് മാറും. അതാണിതിന്റെ പ്രത്യേകത. ഇതുപയോഗിച്ച് തുടങ്ങാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. നിങ്ങൾ ഗൂഗിൾ അക്കൗണ്ട് വെച്ച് ലോഗിൻ ചെയ്യുക, ഒരു പുതിയ നോട്ട്ബുക്ക് ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ സോഴ്സുകൾ, അതായത് ഫയലുകളൊക്കെ ചേർത്ത് തുടങ്ങാം. അത്രയുള്ളൂ സംഭവം. നിങ്ങളുടെ വിവരങ്ങൾ എവിടെയൊക്കെയാണ് കിടക്കുന്നത്? ചിലപ്പോൾ PDF-ലായിരിക്കും, അല്ലെങ്കിൽ ഗൂഗിൾ ഡോക്സിൽ, ചിലപ്പോൾ യൂട്യൂബ് വീഡിയോകളിലും ഉണ്ടാകാമല്ലേ? ഒരു ടെൻഷനും വേണ്ട. ഇതെല്ലാം നിങ്ങൾക്ക് ഇതിലേക്ക് ചേർക്കാൻ പറ്റും. വെബ്സൈറ്റ് ലിങ്കുകൾ മുതൽ നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യുന്ന ടെക്സ്റ്റ് വരെ, ഓരോ നോട്ട്ബുക്കിലും ഏകദേശം 50 സോഴ്സുകൾ വരെ ചേർക്കാം. എന്നുവെച്ചാൽ ഒരു പ്രോജക്റ്റിന് വേണ്ടതെല്ലാം ഒരിടത്ത് തന്നെ കിട്ടും. ഇത് ഉപയോഗിക്കാൻ 2 ഓപ്ഷനുകളുണ്ട്. എല്ലാവർക്കുമായി ഒരു ഫ്രീ സ്റ്റാൻഡേർഡ് വേർഷൻ കിട്ടും. ഇനിയിപ്പോൾ കുറച്ചുകൂടി സ്പീഡും നല്ല ഫീച്ചേഴ്സുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ ജെമിനി സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഒരു പ്ലസ് പാക്കേജുമുണ്ട്. ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്, ഗൂഗിൾ ഈ ടൂളിന് നല്ല പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ശരി, അപ്പോൾ ഇതുകൊണ്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആദ്യം നമ്മളെ തന്നെ മനസ്സിലാക്കാൻ ഇത് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. അതായത് നമ്മുടെ പേഴ്സണൽ ഡയറി കുറിപ്പുകൾ അനലൈസ് ചെയ്യുന്നത് മുതൽ കരിയറിലെ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കണം എന്ന് പ്ലാൻ ചെയ്യുന്നതുവരെ. നമുക്ക് വളരെ പേഴ്സണലായൊരു കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ജേർണലിംഗ്, അതായത് ഡയറി എഴുത്ത്. നമ്മുടെ സ്വന്തം ഡയറി കുറിപ്പുകൾ അനലൈസ് ചെയ്ത് നമ്മളെ തന്നെ മനസ്സിലാക്കാനുള്ളൊരു കിടിലൻ വഴിയായി ഈ നോട്ട്ബുക്ക് LM ഉപയോഗിക്കാൻ പറ്റും. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നറിയോ? വളരെ സിമ്പിളാണ്. നിങ്ങളുടെ ജേർണൽ എൻട്രികൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ തന്നെ AI ഒരു സോഴ്സ് ഗൈഡ് ഉണ്ടാക്കിത്തരും. ശരിക്കുമുള്ള മാജിക് ഇവിടെയാണ്. നമ്മൾ പോലും ശ്രദ്ധിക്കാത്ത പല കാര്യങ്ങളും, നമ്മുടെ വികാരങ്ങളുടെ പാറ്റേണുകളുമൊക്കെ ഇത് കണ്ടുപിടിക്കും. ഉദാഹരണത്തിന്, നിങ്ങളുടെ എഴുത്തിൽ അറിയാത്ത ഭാവിയെക്കുറിച്ചുള്ള പേടിയും അതേസമയം വളരാനുള്ള ആഗ്രഹവും തമ്മിലൊരു സംഘർഷം കാണുന്നുണ്ട് എന്നൊക്കെ AI ചിലപ്പോൾ പറയും. ഇതിലെ ഏറ്റവും അടിപൊളി ഫീച്ചറുകളിലൊന്നെന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഓഡിയോ സംഗ്രഹമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ ചിന്തകളെക്കുറിച്ച് ഒരു ചെറിയ പോഡ്കാസ്റ്റ് കേൾക്കുന്നത്. 2 AI ഹോസ്റ്റുകൾ നിങ്ങളുടെ ഡയറിയെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. അവർ ഇങ്ങനെയായിരിക്കും തുടങ്ങുന്നത്: ഇന്ന് നമ്മൾ കുറച്ച് വ്യത്യസ്തമായ ഒന്നാണ് ചെയ്യുന്നത്. നമ്മൾ ആഴത്തിലിറങ്ങി ചെല്ലുന്നത് നിങ്ങളുടെ ലോകത്തിലേക്കാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ ചിന്തകളെ വേറൊരാൾ പറയുന്നത് കേൾക്കുന്ന പോലെയുണ്ടാവും. അത് കാര്യങ്ങളെ പുതിയൊരു രീതിയിൽ കാണാൻ നമ്മളെ സഹായിക്കും. ഓക്കെ, അപ്പോൾ പേഴ്സണൽ കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് പ്രൊഫഷണൽ കാര്യങ്ങളിലേക്ക് വരാം. നമ്മുടെ കരിയർ പ്രൊഫൈൽ സൂപ്പറാക്കാൻ വരെ ഈ ടൂൾ ഉപയോഗിക്കാം. കരിയറിൽ ഇനി എന്ത് ചെയ്യണമെന്നൊരു കൺഫ്യൂഷനിലൊക്കെയാണോ നിങ്ങൾ? എങ്കിലിതാ ഒരു സിമ്പിൾ വഴി. നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഒരു PDF-ആയി സേവ് ചെയ്യുക. എന്നിട്ടത് നോട്ട്ബുക്ക് LM-ലേക്ക് അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് ചോദിച്ചാൽ മതി, എന്റെ കഴിവുകൾ വെച്ച് എനിക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയ കരിയർ ഓപ്ഷൻസ് എന്തൊക്കെയാണ് എന്ന്. ശരിക്കും ഞെട്ടിക്കുന്ന നല്ല സ്ട്രാറ്റജിക്കായ മറുപടികൾ കിട്ടും. ഇത് ശരിക്കും നിങ്ങളുടെ റെസ്യൂമെ വെറുമൊരു ലിസ്റ്റിൽ നിന്നൊരു കഥയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇതിലെ AI ഓഡിയോ ഫീച്ചർ പറയുന്നൊരു കാര്യമുണ്ട്. രസകരമായ കാര്യം എന്തെന്നാൽ, നിങ്ങളുടെ പ്രൊഫൈൽ ഒരു ഡൈനാമിക് റെസ്യൂമെയാണ്. അത് കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ചല്ല, ഒരു കഥ പറയുന്നതിനെക്കുറിച്ചാണ് എന്ന്. ഒരു നല്ല കഥയ്ക്ക് ആളുകളെ ആകർഷിക്കാൻ പറ്റുന്നതുപോലെ ഇത് നമ്മുടെ കരിയർ പ്രൊഫൈലിനെ കൂടുതൽ ആകർഷകമാക്കും, ഉറപ്പാണ്. അപ്പോൾ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ഈ ടൂള് വെറും പേഴ്സണൽ കാര്യങ്ങൾക്ക് മാത്രമല്ല, പുതിയ അറിവുകൾ നേടാനും നമ്മുടെ സ്കിൽസ് കൂട്ടാനും ഇത് വളരെ പവർഫുള്ളാണ്. ഒരു ട്രാവൽ പ്ലാൻ ചെയ്യുന്നത് മുതൽ സീരിയസ് ആയ റിസർച്ച് വരെ എന്തിനും ഉപയോഗിക്കാം. നോട്ട്ബുക്ക് LM-ന്റെ യഥാർത്ഥ പവർ എവിടെയാണെന്നറിയാമോ? ഇതൊരു ഇൻഫർമേഷൻ ബ്ലെൻഡർ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഒട്ടും ചേരാത്തതെന്ന് തോന്നുന്ന 2 സോഴ്സുകളെടുത്ത് അവയെ ഒരുമിപ്പിച്ച് നമുക്ക് വേണ്ട ഒരു പുതിയ അറിവുണ്ടാക്കിയെടുക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ ഇറ്റലിയിലെ ഫോർമുല 1 റേസ് കാണാൻ പോവുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ യാത്രയെക്കുറിച്ചുള്ള ഒരു യൂട്യൂബ് വീഡിയോയും ഇറ്റാലിയൻ ഭാഷ പഠിക്കാനുള്ളൊരു PDF-ഉം നിങ്ങൾക്ക് ഒരുമിച്ചതിൽ ചേർക്കാം. കണ്ടില്ലേ? യാത്ര, ഭാഷ, രണ്ടും 2 ലോകങ്ങൾ, പക്ഷേ ലക്ഷ്യം ഒന്ന്. ഇതിന്റെ റിസൾട്ട് എന്താണെന്ന് നോക്കിക്കേ. AI നമുക്ക് തരുന്നത് ഒരു സാധാരണ ട്രാവൽ ഗൈഡല്ല, പകരം ആ റേസ് ട്രാക്കിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു കസ്റ്റം ഫ്രേസ് ബുക്കാണ്.
എൻ്റെ കയ്യിൽ ടിക്കറ്റ് ഉണ്ട് എന്ന് എങ്ങനെ ഇറ്റാലിയനിൽ പറയാം? അല്ലെങ്കിൽ ഇടത്തോട്ടും വലത്തോട്ടും പോകാൻ സിനിസ്ട്ര, ഡെസ്ട്ര പോലുള്ള വാക്കുകളൊക്കെ ഇത് പഠിപ്പിച്ചു തരും. അടിപൊളിയല്ലേ? നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണോ അല്ലെങ്കിൽ റിസർച്ച് ചെയ്യുന്ന ആളാണോ എങ്കിൽ ഇതൊന്ന് ശ്രദ്ധിക്കണം. മണിക്കൂറുകളോളം നോട്ടുകൾ വായിച്ചിരുന്ന് ബോറടിച്ചോ? നോട്ട്ബുക്ക് എല്ലാം നിങ്ങളുടെ പഠനരീതിയെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പോവുകയാണ്. പഠനം ഇനി അത്ര ബോറടിക്കില്ല, നല്ല ഇൻട്രാക്റ്റീവ് ആകും. നിങ്ങളെ പഠിക്കാനുള്ള മെറ്റീരിയൽസ് ഇതിൽ അപ്ലോഡ് ചെയ്തിട്ട് ഒരു സ്റ്റഡി ഗൈഡ് ഉണ്ടാക്കാൻ പറഞ്ഞാൽ മതി. അപ്പോൾ ആ ഡോക്യുമെന്റ്സിനെ അടിസ്ഥാനമാക്കി ഒരു ക്വിസ് പോലെ ചോദ്യങ്ങൾ ഉണ്ടാക്കിത്തരും. ഉദാഹരണത്തിന് ജോൺ ഹോപ്കിൻസിന്റെ ഒരു ആർട്ടിക്കിൾ കൊടുത്തിട്ട് ഫാസ്റ്റിങ്ങിനെക്കുറിച്ച് ചോദിച്ച ഈ ചോദ്യം കണ്ടില്ലേ? പക്ഷേ ഇതിലും കിഡ്ലൻ സംഭവം ഇന്ററാക്റ്റീവ് ഓഡിയോ മോഡാണ്. ഇത് വെറുതെ ഒരു പോഡ്കാസ്റ്റ് കേൾക്കുന്ന പോലെയല്ല. നമുക്ക് ഈ സംഭാഷണത്തിൽ ഇടപെടാൻ പറ്റും. ആ AI ഹോസ്റ്റുകളെ ഇടയ്ക്ക് നിർത്തി നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ഉദാഹരണത്തിൽ നോമ്പിന്റെ സാംസ്കാരിക വശങ്ങളെക്കുറിച്ച് നിങ്ങളൊരു ചോദ്യം ചോദിച്ചാൽ അവരിങ്ങനെ മറുപടി തരും. അതൊരു മികച്ച ചോദ്യമാണ്. എന്നിട്ട് നമ്മുടെ സോഴ്സിൽ നിന്ന് തന്നെ അതിന്റെ ഉത്തരം കണ്ടെത്തി വിശദീകരിച്ചു തരും. അവസാനമായി നമുക്കൊരു ബിസിനസ് യൂസ് കേസ് നോക്കാം. അതായത് നമ്മുടെ കമ്പനിയുടെ വർക്ക് ഫ്ലോ എങ്ങനെ മെച്ചപ്പെടുത്താമെന്ന്. പുതിയതായി ജോലിക്ക് വരുന്നവർക്ക് ട്രെയിനിംഗ് കൊടുക്കുന്നത് പലപ്പോഴും ഒരു തലവേദനയാണ്, അല്ലേ? എന്നാൽ നോട്ട്ബുക്ക് LMൽ നിങ്ങളുടെ കമ്പനിയുടെ സാധാരണ ഓൺബോർഡിംഗ് ഡോക്യുമെന്റും ഈ വിഷയത്തിലുള്ള ഒരു എക്സ്പേർട്ടിന്റെ യൂട്യൂബ് വീഡിയോയും ഒരുമിച്ച് കൊടുത്തു നോക്കൂ. എന്തായിരിക്കും ഫലം? AI നിങ്ങൾക്ക് പുതിയ ഐഡിയകൾ വെച്ചൊരു സൂപ്പർ പ്ലാൻ ഉണ്ടാക്കിത്തരും. ചിലപ്പോൾ പുതിയ ജോലിക്കാർക്കൊരു ബഡ്ഡി സിസ്റ്റം കൊണ്ടുവരാൻ വരെ അത് സജസ്റ്റ് ചെയ്തേക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മളെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ഇത് വെറുമൊരു പ്രൊഡക്ടിവിറ്റി ടൂൾ മാത്രമല്ല. നമ്മളിവിടെ സംസാരിക്കുന്നത് ഒരു പുതിയ തരം തിങ്കിംഗ് പാറ്റേണിനെക്കുറിച്ചാണ്. നമ്മുടെ പേഴ്സണൽ നോളജ് നമ്മൾ കൈകാര്യം ചെയ്യുന്ന രീതിയുടെ ഭാവിയെക്കുറിച്ചാണ്. അപ്പോൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, 1. നിങ്ങളുടെ നോട്ടുകൾ ഇനി വെറും ഫയലുകളല്ല, നിങ്ങളോട് സംസാരിക്കുന്ന ഒരു പാർട്ട്ണറാണ്. 2. ഈ AI ഇന്റർനെറ്റിലെ എക്സ്പേർട്ടല്ല, മറിച്ച് നിങ്ങളുടെ മാത്രം കാര്യങ്ങളിലെ എക്സ്പേർട്ടാണ്. പിന്നെ ഇതൊരു ടൂള് മാത്രമല്ല, ഇതൊരു സ്റ്റഡി പാർട്ട്ണറാണ്, ഒരു ക്രിയേറ്റീവ് അസിസ്റ്റന്റാണ്, അങ്ങനെ പലതും ഒന്നിച്ചാണ്. അവസാനമായി ഇത് നമ്മളെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്കാണ് എത്തിക്കുന്നത്. നിങ്ങളുടെ നോട്ടുകൾ വെറുമൊരു രേഖയല്ലാതായി നിങ്ങളുടെ ഒരു സജീവ പങ്കാളിയായി മാറുമ്പോൾ അത് നിങ്ങളുടെ ചിന്താരീതിയെ തന്നെ എങ്ങനെയായിരിക്കും മാറ്റിമറിക്കുക?